ലോകകപ്പിന് തിരിതെളിയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിനെ മുൾമുനയിലാക്കി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ അപ്രതീക്ഷിത നീക്കം. ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കാനാണ് പാകിസ്ഥാൻ ആലോചിക്കുന്നത്. സുരക്ഷാ കാരണങ്ങളാൽ ഇന്ത്യയിൽ കളിക്കാൻ വിസമ്മതിച്ച ബംഗ്ലാദേശിനെ ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കി പകരം സ്കോട്ട്ലാൻഡിനെ ഉൾപ്പെടുത്തിയ ICCയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പാകിസ്ഥാൻ ഇത്തരമൊരു കടുപ്പമേറിയ തീരുമാനത്തിലേക്ക് നീങ്ങുന്നത്. ഫെബ്രുവരി 15-ന് കൊളംബോയിൽ നടക്കേണ്ട ഇന്ത്യ പാക് പോരാട്ടം ഇതോടെ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ക്രിക്കറ്റ് ലോകം മുഴുവൻ കാത്തിരിക്കുന്ന മത്സരമാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ലോകകപ്പിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗവും ഈ മത്സരമാണ്. എന്നാൽ ടൂർണമെന്റിൽ നിന്ന് പൂർണ്ണമായി പിന്മാറാതെ ഇന്ത്യക്കെതിരായ മത്സരം മാത്രം ബഹിഷ്കരിക്കുക എന്ന തന്ത്രമാണ് PCB പയറ്റുന്നത്. ഇതിന് പിന്നിൽ കൃത്യമായ 2 ലക്ഷ്യങ്ങളുണ്ട്. പ്രതിഷേധം രേഖപ്പെടുത്തുക, ബംഗ്ലാദേശിനോട് ICC കാണിച്ച ക്രൂരതയ്ക്കും ഇരട്ടത്താപ്പിനുമെതിരെ ശക്തമായ സന്ദേശം നൽകുക. സാമ്പത്തിക പ്രഹരം, ഇന്ത്യക്കെതിരായ മത്സരം നടന്നില്ലെങ്കിൽ അത് ICCക്കും സംപ്രേഷകർക്കും ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം വലുതായിരിക്കും. ഇന്ത്യ പാക് മത്സരത്തിന്റെ വരുമാനം ഇന്ത്യക്കോ ICCക്കോ ലഭിക്കരുത് എന്നതാണ് PCBയുടെ ഉള്ളിലിരിപ്പ്. ടൂർണമെന്റിൽ നിന്ന് പൂർണ്ണമായി പിന്മാറിയാൽ ICC പാകിസ്ഥാനെ വിലക്കിയേക്കാം എന്ന ഭയമുള്ളതിനാലാണ് ഒരു മത്സരം മാത്രം ബഹിഷ്കരിക്കുക എന്ന തന്ത്രം അവർ ആലോചിക്കുന്നത്. വിഷയം ബംഗ്ലാദേശ്, ലക്ഷ്യം ഇന്ത്യ. ഈ പ്രശ്നങ്ങളുടെയെല്ലാം തുടക്കം ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ നിലപാടിലായിരുന്നു. ഇന്ത്യയിൽ നടക്കുന്ന മത്സരങ്ങളിൽ കളിക്കാൻ സുരക്ഷാ കാരണങ്ങളാൽ കഴിയില്ലെന്നും വേദി മാറ്റണമെന്നും ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ICC ഇത് നിഷ്കരുണം തള്ളി. ബംഗ്ലാദേശ് വഴങ്ങാതെ വന്നതോടെ അവരെ ഒഴിവാക്കി റാങ്കിങ്ങിൽ 14-ാം സ്ഥാനത്തുള്ള സ്കോട്ട്ലൻഡിനെ ഉൾപ്പെടുത്തി. ഈ നടപടിയെ ചിറ്റമ്മ നയം എന്നാണ് പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യക്ക് സുരക്ഷാ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ ICC വേദി മാറ്റി നൽകുന്നു. എന്നാൽ ബംഗ്ലാദേശ് സുരക്ഷാ ഭീഷണി ഉന്നയിക്കുമ്പോൾ അവരെ ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കുന്നു. ഇത് നീതിയല്ല എന്ന് പാക് ക്രിക്കറ്റ് ബോർഡുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഈ നീക്കത്തിന് പിന്നിൽ പാക് സർക്കാരിന്റെ ശക്തമായ സമ്മർദ്ദമുണ്ടെന്നാണ് സൂചന. ബംഗ്ലാദേശിന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടത് വെറുമൊരു കായിക പ്രശ്നമല്ല, മറിച്ച് ധാർമ്മികതയുടെ പ്രശ്നമായാണ് പാക് സർക്കാർ കാണുന്നത്. ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ടൂർണമെന്റിലേക്ക് ടീമിനെ അയക്കാൻ പാക് സർക്കാർ ഇതുവരെ ഔദ്യോഗിക അനുമതി നൽകിയിട്ടില്ല. ഇന്ത്യക്ക് തങ്ങൾക്കിഷ്ടമുള്ള വേദി തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം നൽകുമ്പോൾ മറ്റ് രാജ്യങ്ങളുടെ സുരക്ഷാ ആശങ്കകൾ ICC തള്ളിക്കളയുന്നു എന്ന് പാക് സർക്കാർ വൃത്തങ്ങൾ കുറ്റപ്പെടുത്തുന്നു. കൊളംബോയിലാണ് ഇന്ത്യ പാക് മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാൻ ഈ മത്സരത്തിൽ നിന്ന് വിട്ടുനിന്നാൽ മത്സരത്തിലെ പോയിന്റ് ഇന്ത്യക്ക് ലഭിക്കും. ടിക്കറ്റ് വരുമാനവും പരസ്യ വരുമാനവും ICCക്ക് നഷ്ടമാകും. ലോകകപ്പിന്റെ ആവേശം കെട്ടടങ്ങും. ഇന്നലെയാണ് പാകിസ്ഥാൻ തങ്ങളുടെ ലോകകപ്പ് സ്ക്വാഡിനെ പ്രഖ്യാപിച്ചത്. ബാബർ അസം നയിക്കുന്ന ടീം തയ്യാറാണെങ്കിലും കളത്തിന് പുറത്തെ ഈ രാഷ്ട്രീയ യുദ്ധം കളിക്കാരെയും ബാധിച്ചേക്കാം. ICCയുടെ പ്രതിസന്ധി, ബംഗ്ലാദേശിനെ പുറത്താക്കിയ നടപടി ICCക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. ഇപ്പോൾ പാകിസ്ഥാനും ഇടഞ്ഞതോടെ ടൂർണമെന്റ് തന്നെ പ്രതിസന്ധിയിലായി. ഇന്ത്യ പാക് മത്സരമില്ലാത്തൊരു ലോകകപ്പ് സ്പോൺസർമാർക്കും സ്വീകാര്യമല്ല. വരും ദിവസങ്ങളിൽ ICC എന്ത് വിട്ടുവീഴ്ചകൾ ചെയ്യും, അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ എന്ത് നടപടി സ്വീകരിക്കും എന്നത് നിർണായകമാണ്.